പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വാഴ്ത്തുന്നു. ഏതോ ഒരു പോരാട്ടത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണല്ലേ? ഞെരുക്കം, പോരാട്ടം. എന്തു ചെയ്യണമെന്നറിയില്ല. അയാളൊരു വലിയ ആളാണ്, നമുക്കെതിരായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളെ എന്തെങ്കിലും ചെയ്യുമോ, എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് സംശയിച്ചിരിക്കുകയാണോ? നിങ്ങളുടെ ജോലിയിലും പ്രവൃത്തിയിലും ബിസിനസ്സിലും നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തും ഒന്നുകൊണ്ടും പേടിക്കേണ്ട. നിങ്ങൾക്കൊരു ദൈവമുണ്ട്. ദൈവം എന്താണ് ചെയ്യുക എന്ന് വിചാരിക്കുകയാണോ? 2 ദിനവൃത്താന്തം 20-ാം അധ്യായം 17-ാം വാക്യത്തിൽ, നിങ്ങൾ സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന നന്മ കണ്ടുകൊള്ളുവിൻ. ഭയപ്പെടരുത്, ഭ്രമിക്കുകയുമരുത്. ഒരു വലിയ സൈന്യം യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്നു. അതുമാത്രമല്ല, 3 വിധത്തിലുള്ള സൈന്യങ്ങൾ ഒരുമിച്ചു വന്നിരിക്കുന്നു. അവരെ എങ്ങനെ നേരിടാനാകും എന്ന് യഹോശഫാത്ത് എന്ന രാജാവ് പരിഭ്രമിച്ചു നിൽക്കുമ്പോൾ, ദൈവം ഒരു പ്രവാചകൻ മുഖാന്തരം സംസാരിക്കുന്നു. നീ യുദ്ധം ചെയ്യേണ്ടതില്ല, വെറുതെ നിന്നാൽ മതി, ഞാൻ യുദ്ധം ചെയ്യും. ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഭയപ്പെടേണ്ട, പരിഭ്രമിക്കേണ്ട എന്ന് ആശ്വസിപ്പിച്ചു. എന്നാൽ ദൈവം ഒരു വലിയ അത്ഭുതം പ്രവർത്തിച്ച് ഒരു വമ്പിച്ച വിജയം നൽകി. ചിലപ്പോൾ ഇങ്ങനെയാണ്, നിങ്ങൾ യുദ്ധം ചെയ്യ്, ഞാൻ വിജയം തരും എന്ന് പറയും. ചില കാര്യങ്ങൾക്ക് നീ യുദ്ധം ചെയ്യേണ്ടതില്ല, വെറുതെ നിന്നാൽ മതി, യഹോവ യുദ്ധം ചെയ്യും എന്ന് പറയും. ഒരിക്കൽ ഇതുപോലെ ഒരു വലിയ പോലീസ് ഓഫീസർ ഒരു വലിയ പ്രശ്നം കരുതിക്കൂട്ടി ഇല്ലാത്ത പല കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങളെ ഭയങ്കരമായി ഞെരുക്കി വലിയ മനോവേദന ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. എന്നോട് ചിലർ പറഞ്ഞു, എന്താണ് ചെയ്യേണ്ടതെന്നറിയുന്നില്ല, അയാളൊരു വലിയ ഓഫീസറാണ്, നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മൾ തെറ്റായിട്ടൊന്നും ചെയ്തിട്ടില്ലല്ലോ, ന്യായത്തോടെയല്ലേ നടക്കുന്നത്. പക്ഷെ അയാൾ എങ്ങനെയെങ്കിലും കുറ്റം കണ്ടുപിടിക്കണം, ശുശ്രൂഷയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കണമെന്നാണ് അയാളുടെ ലക്ഷ്യം എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ശരി, നമുക്ക് അവരോട് യുദ്ധം ചെയ്യാനാവില്ല, സംസാരിക്കാനാവില്ല, ദൈവത്തോടിത് പറയാം എന്ന് പറഞ്ഞു. ദൈവം പറഞ്ഞു, വെറുതെ ഇരിക്ക്, ജസ്റ്റ് കീപ് ക്വയറ്റ്, ഞാൻ യുദ്ധം ചെയ്യും എന്ന് പറഞ്ഞു. ഞങ്ങൾ കുറച്ചുകാലം മിണ്ടാതിരുന്നു. ദൈവം നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്. നമുക്ക് പരിചയമുള്ള മിനിസ്റ്ററുണ്ട്, വേറെ ചിലരുണ്ട്, ആരുടെ അടുത്തും പോകേണ്ട, നമുക്ക് ദൈവമുണ്ട്, ദൈവം നോക്കിക്കൊള്ളും എന്ന് പ്രാർത്ഥിച്ചു. എന്നാൽ ദൈവം യുദ്ധം ചെയ്താൽ എന്താണ് സംഭവിക്കുക? അയാള് തെറ്റ് ചെയ്തു, കൈക്കൂലി വാങ്ങി എന്ന് അയാളുടെ മേൽ കുറ്റം ചുമത്തി അപമാനപ്പെടുത്തി ജോലിയിൽ നിന്നും പറഞ്ഞയച്ചു. ഇപ്പോൾ കാണുന്നില്ല, യുദ്ധം ചെയ്തയാളെ കാണുന്നില്ല. ദൈവം വിജയം തന്നു. നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. ദൈവത്തിനറിയാം എവിടെ എങ്ങനെ യുദ്ധം ചെയ്ത് കാര്യത്തെ നടപ്പിലാക്കണം എന്ന്. പരിഭ്രമിക്കേണ്ട, ഭയപ്പെടേണ്ട. എത്ര വലിയ ആളായിരുന്നാലും ദൈവത്തെക്കാൾ വലിയ ആരെങ്കിലും ഈ ലോകത്തിലുണ്ടോ? അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നാലും ശരി, അയാളെക്കാൾ വലിയവനാണ് യേശു. യേശുവിനേക്കാൾ മികച്ച ഒരു ശക്തിയും ഈ ലോകത്തിലില്ല, ആർക്കും തന്നെ അധികാരവുമില്ല. ദൈവമാണ് എല്ലാറ്റിനേക്കാളും വലിയവൻ. ദൈവം യുദ്ധം ചെയ്യാൻ ആരംഭിച്ചാൽ എത്ര വലിയ ആളായിരുന്നാലും കാണാതെ പോകുന്നതാണ്. എന്തിനാണ് ഭയപ്പെടുന്നത്? ദൈവത്തെ ആശ്രയിക്കൂ. പരിഭ്രമിക്കേണ്ട, ഭയപ്പെടേണ്ട. അങ്ങനെക്ക് വേണ്ടി യുദ്ധം ചെയ്യും, ഞാൻ മിണ്ടാതെയിരിക്കും ദൈവമേ എന്ന് പറഞ്ഞിരിക്കൂ. കുറച്ചു ദിവസം ക്ഷമയോടെ ഇരിക്കൂ. എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കൂ. പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവമാണ്, ഞങ്ങളെ ജയിപ്പിക്കുന്ന ദൈവമാണ്. ഈ മകനും ഈ മകളും ഭയന്നുകൊണ്ടിരിക്കുന്ന, പരിഭ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ അങ്ങ് യുദ്ധം ചെയ്ത് അങ്ങ് വിജയം നൽകി അവരെ സന്തോഷിപ്പിക്കണമേ. ഒരത്ഭുതം ചെയ്യണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ